വെൽക്കം ബാക്ക്. ഇന്ന് കർക്കിടക ഒന്നല്ലായിരുന്നോ? അപ്പോൾ ലച്ചു നമ്മുടെ ആദവിൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ സ്കൂളിൽ പോയതിന് ശേഷം ഋതുട്ടനെ ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുറിയിടൽ പ്രഹസനാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. കുറി ഇടാൻ നോക്കുമ്പോൾ കഴിക്കാൻ എന്തേ കൊടുക്കുകയാണെന്ന് വെച്ചിട്ട് വായ തുറന്ന് പിടിച്ചിട്ടാണ് ഋതു നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നെന്തോ ആള് ക്യാമറ കാണുമ്പോൾ നല്ല ചിരിയൊക്കെ ആയിരുന്നു. അവനെ ഒരിക്കലും ഒന്ന് സെറ്റാക്കിയതിന് ശേഷമായിട്ടാണ് ഞാൻ ചായ കുടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് പുട്ടും പപ്പടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചതിന് ശേഷം നമ്മൾ ഋതുവിനെ ഉറക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെ ഉറക്കി സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലെ ബാക്കി പരിപാടിയിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് സാമ്പാറും രസമൊക്കെ ഉണ്ട് വെക്കുന്നത്. അപ്പോൾ അത് ചോറായിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്, രസത്തിനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ മോൻ, അല്ലെങ്കിൽ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ, ഈ പൂച്ചോർക്ക് ഉറങ്ങിയിട്ടാണല്ലോ. അങ്ങനെ അവനെ അച്ഛനെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മളിത് രസമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രസത്തിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചോറുണ്ടാകാൻ വേണ്ടി പോവുകയാണ്. സാമ്പാറുണ്ട്, രസമുണ്ട്, പപ്പടുണ്ട്, പിന്നെ നക്ഷത്രപ്പുള്ളിയുടെ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഋതും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. കോടയും മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഋതുവിനെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋതുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടു. ചക്ക വെച്ചിട്ട് ഞാൻ വൈകിട്ടത്തേക്ക് ചായക്ക് ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചക്ക കഴിപ്പൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.